ഇന്ത്യയിലുടനീളം കുറച്ച് ദിവസങ്ങളായി ഏറെ ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണമാണ്. വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. ഇതിനു പിന്നിലുള്ള ചരിത്രമെല്ലാം ഏവർക്കും അറിയാവുന്നതാണല്ലോ. അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, രൺബീർ കപൂർ, ചിരഞ്ജീവി, ആലിയ ഭട്ട്, കത്രീന കൈഫ്, ടെൻഡുൽക്കർ, അനിൽ കുംബ്ലെ, സാനിയ നെഗ്വാൾ, മുകേഷ് അംബാനി, കുമാർ മംഗല ബിർള, ജിഡ്ഡാൾ, സുനിൽ ഭാരതി മിത്തൽ ഇങ്ങനെ വിവിധ തുറകളിലുള്ള പ്രമുഖർ ഉൾപ്പെടെ 7000 പേരാണ് ചടങ്ങിൽ എത്തിയത്. പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രധാനമന്ത്രി ഭക്തരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് പുതിയ യുഗം പിറന്നു എന്നാണ്. രാമൻ വിവാദമല്ല, സമാധാനമാണ്. ഇതൊക്കെ ഇതിന്റെ മതപരമായ കാര്യങ്ങൾ. ഇനി വാണിജ്യപരമായി, സാങ്കേതികമായി, സാമ്പത്തികമായി എന്ത് മാറ്റമാണ് അയോധ്യയിൽ വന്നത് എന്ന് നോക്കാം. രാമക്ഷേത്രത്തിന്റെ വരവ് അയോധ്യയുടെ മുഖഛായയാകെ മാറ്റുകയാണ്. ആർക്കും വേണ്ടാതെ കാട് പിടിച്ചു കിടന്ന ഇവിടുത്തെ ഭൂപ്രദേശത്തിന് ഇപ്പോൾ ആവശ്യക്കാരേറെയാണ്. പ്രമുഖ നടൻ അമിതാഭ് ബച്ചൻ 14.5 കോടി ചിലവഴിച്ചാണ് 10,000 സ്ക്വയർ ഫീറ്റുള്ള ഭൂമി അയോധ്യയിൽ സ്വന്തമാക്കിയത്. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് വൻ കുതിച്ചുകയറ്റമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് VIP-കളാണ് ഒരു സമയത്ത് ഒരു സ്ഥലത്ത് തടിച്ചുകൂടിയത്. അതുകൊണ്ട് തന്നെ ഇവരുടെ സുരക്ഷ ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒന്നായിരുന്നു. 13,000 സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചത്. 10,000-ഓളം CCTV ക്യാമറകളും സ്ഥാപിച്ചിരുന്നു. അയോധ്യയിലെ എയർപോർട്ടും പുതിയതായിരുന്നു. എന്നിട്ടും 2 ദിവസം കൊണ്ട് 100-ലേറെ ഫ്ലൈറ്റുകളാണ് ഇവിടേക്ക് വന്നത്. അതിൽ 40 ചാർട്ടേഡ് ഫ്ലൈറ്റുകളായിരുന്നു. ഹോട്ടലുകളും നിറഞ്ഞു കവിഞ്ഞു. ചില ഹോട്ടലുകൾ ഒരു ദിവസത്തേക്ക് ഒരു മുറിക്ക് 1 ലക്ഷത്തോളം ചാർജ് ചെയ്യുകയുമുണ്ടായി. ഇത് ആദ്യത്തെ ദിവസത്തെ കണക്കാണെങ്കിൽ ഭക്തർക്ക് ക്ഷേത്രം തുറന്നുകൊടുത്തതിന് പിന്നാലെ വൻ തിരക്കാണിവിടെ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 5 ലക്ഷത്തോളം പേരാണ് രണ്ടാമത്തെ ദിവസം ഒഴുകിയെത്തിയത്. തീർത്ഥാടക പ്രവാഹം കാരണം അയോധ്യയിലേക്കുള്ള എല്ലാ ഓൺലൈൻ ബുക്കിങ്ങുകളും നിർത്തിവെക്കേണ്ടിയും വന്നു. അയോധ്യ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ടെമ്പിൾ ടൂറിസത്തിന് രാമക്ഷേത്രത്തിന്റെ വരവോടുകൂടി നല്ലൊരു തുടക്കമാവുകയാണ്. കണക്ക് പ്രകാരം വത്തിക്കാൻ സിറ്റിയിൽ ഓരോ വർഷവും 9 മില്യൺ തീർത്ഥാടകരാണ് സന്ദർശിക്കുന്നത്. പോപ്പും കാത്തലിക് ചർച്ചുമാണ് ഇവിടുത്തെ ആകർഷണം. അതുപോലെ മുസ്ലിങ്ങളുടെ പുണ്യഭൂമിയായ മെക്കയിലേക്ക് ഓരോ വർഷവും 20 മില്യൺ തീർത്ഥാടകരാണ് വന്നു ചേരുന്നത്. നിലവിലുള്ള സാഹചര്യം വിലയിരുത്തി വിദഗ്ധർ പറയുന്ന കണക്കനുസരിച്ച് ഓരോ വർഷവും 100 മില്യൺ ആൾക്കാർ അയോധ്യ സന്ദർശിക്കും. ഇക്കാര്യങ്ങൾ മുന്നിൽ കണ്ടുള്ള വികസന പദ്ധതികളും അയോധ്യയിൽ നടപ്പിൽ വരുത്തുന്നുണ്ട്. രാമക്ഷേത്രത്തിന്റെ ഭൂമി 70 ഏക്കറാണ്. ഇതിൽ 2.7 ഏക്കറിലാണ് അമ്പലം സ്ഥാപിച്ചിരിക്കുന്നത്. അമ്പല നിർമ്മിതിക്ക് 1800 കോടിയാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനാവശ്യമായ തുക സംഭാവനകളിലൂടെയാണ് വന്നിരിക്കുന്നത്. അയോധ്യയിലെ പുതിയ എയർപോർട്ടിനായി 1450 കോടി വകയിരുത്തി. റെയിൽവേ വികസനത്തിനും 240 കോടി ചിലവിട്ടു. ഭൂമിയുടെ പവിത്രത മനസ്സിലാക്കി പുതിയ താമസക്കാരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. 22,200 കോടി രൂപയ്ക്കാണ് ഇതുവരെയായി ഈ പ്രദേശത്തുള്ള ഭൂമി വിറ്റുപോയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഇതിലുമേറെ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടാക്സ് റവന്യൂവും വളരെയധികം വർദ്ധിക്കും. കണക്കുകൾ സൂചിപ്പിക്കുന്നത് 25,000 കോടി രൂപയാണ് ടാക്സിലൂടെ വരാൻ പോകുന്നത്. വിശ്വാസത്തോടൊപ്പം സംസ്ഥാനത്തിന് ശക്തമായൊരു വരുമാന കേന്ദ്രമായി അയോധ്യ മാറാൻ പോവുകയാണ്. നഗരപ്രദേശത്തിന് മാത്രമല്ല, ചുറ്റുമുള്ള പ്രദേശങ്ങൾക്കും പ്രകടമായ വ്യത്യാസം ഉണ്ടാകും. എല്ലാവിധ ഫെസിലിറ്റികളുമുള്ള ടൂറിസ്റ്റ് ലൊക്കേഷന് വളരെയധികം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ വരുമാനത്തിന്റെ 7% വരുന്നത് ടൂറിസത്തിലൂടെയാണ്. ടൂറിസത്തെ ഒന്നുകൂടെ ഉഷാറാക്കാനായി ഇന്ത്യ ഗവൺമെന്റ് തീർത്ഥാടന കേന്ദ്രങ്ങളെ വിപുലീകരിക്കാനായി ധാരാളം പണം ചെലവഴിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ കോറിഡോർ വികസിപ്പിച്ചതിലൂടെ വാരണസിയുടെ മുഖഛായ തന്നെ മാറി. ഇതിനു മുമ്പ് 7 മില്യൺ ടൂറിസ്റ്റാണ് ഓരോ വർഷവും ഇവിടെ സന്ദർശിച്ചിരുന്നതെങ്കിൽ ഇതിപ്പോൾ 30 മില്യണായി കൂടിയിട്ടുണ്ട്. റിപ്പോർട്ട് അനുസരിച്ച് ഇവിടുത്തെ പ്രദേശവാസികളുടെയും ഹോട്ടലുകളുടെയും ചെറുകിട കച്ചവടക്കാരുടെയും വരുമാനത്തിൽ 65% വർധനവാണ് വന്നിട്ടുള്ളത്. കൾച്ചറൽ ടൂറിസം ഇന്ത്യയിൽ ശക്തി പ്രാപിക്കാൻ തുടങ്ങുന്നു എന്നാണ് രാമക്ഷേത്ര നിർമ്മിതിയിലൂടെ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.